കേരളീയ പൊതുമണ്ഡലത്തിലെ ദലിത് പ്രതിനിധാനം ജാതി, മതം, ലിംഗപദവി, സാമ്പത്തിക സ്ഥിതി എന്നിവയെ അതിവർത്തിച്ചുള്ള പൗരസമൂഹമായി നാം മലയാളികൾ ഇനിയും മാറിയിട്ടില്ല. അതിനാൽ തന്നെ യൂറോപ്യൻ സന്ദർഭത്തിൽ വിവക്ഷിക്കുന്നത് പോലുള്ള പൗരസമൂഹത്തിൻ്റെ രൂപീകരണം ഇവിടെ നടന്നിട്ടുമില്ല. എന്നാൽ 19-ാം നൂറ്റാണ്ടിലെ രാഷ്ട്രീയ സാമൂഹ്യ ഘടനയിൽ നിന്ന് ഭിന്നമായി 20-ാം നൂറ്റാണ്ടിൽ ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 19-ാം നൂറ്റാണ്ടിലെ നമ്പൂതിരി ക്ഷത്രിയ കേന്ദ്രിതമായ രാഷ്ട്രീയ സാമൂഹ്യ ഘടന മാറുകയും അതിൻ്റെ സ്ഥാനത്ത് നായർ, ഈഴവ, ക്രിസ്ത്യൻ, മുസ്ലിം വിഭാഗങ്ങൾക്ക് മേൽക്കൈയുള്ള സാമൂഹ്യ രാഷ്ട്രീയ സ്ഥിതി സംജാതമാവുകയും ചെയ്തു. ഈ ഭാഷണത്തിൽ പൊതുമണ്ഡലം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിദ്യാഭ്യാസം, ആരോഗ്യം, സാംസ്കാരിക രംഗം, മാധ്യമരംഗം, കാർഷിക രംഗം, തൊഴിൽ രംഗം, പ്രവാസി മലയാളികൾ, കേരളീയരായിട്ടുള്ള സ്ത്രീകളുടെ ഉന്നതി എന്നീ വിഷയങ്ങളാണ്. ഇവയിൽ പലതും പരസ്പരം കലർന്നു വരുന്നതും പലതും ചേർന്നു വരുന്നവയും ആണ്. അയ്യങ്കാളി, പൊയ്കയിലപ്പച്ചൻ, കാവാരികുളം കണ്ടൻകുമാരൻ, PK വള്ളോൻ, PK ചാത്തൻ മാസ്റ്റർ, കല്ലർ സുകുമാരൻ എന്നീ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ ഐക്കണുകളെ, ദളിത് ഐക്കണുകളെ നമുക്ക് പ്രതിനിധാനങ്ങളായി ഈ ദളിത് ഐക്കണുകൾ നമ്മുടെ മുന്നിലുണ്ട്. ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന KR നാരായണൻ, ഫുട്ബോളർ IM വിജയൻ, സിനിമ രംഗത്ത് അതുപോലെ തന്നെ ഗാനാലാപന രംഗത്തും പ്രശസ്തനായ കലാഭവൻ മണി, സിനിമാ സംവിധായകനായിരുന്ന ലെനിൻ രാജേന്ദ്രൻ, പരിസ്ഥിതി പ്രവർത്തകനായിരുന്ന കല്ലൻ പൊക്കുടൻ, പാരമ്പര്യ ചികിത്സാ രംഗത്ത് ഖ്യാതി നേടുകയും പത്മശ്രീ ലഭിക്കുകയും ചെയ്ത കാണി വിഭാഗത്തിൽപ്പെട്ട ലക്ഷ്മിക്കുട്ടിയമ്മ, പാരമ്പര്യ വിത്തു സംരക്ഷകനായ പത്മശ്രീ ചെറുവയൽ രാമൻ, അതുപോലെ തന്നെ നടന്മാരായ വിനായകൻ, ധർമ്മജൻ ബോൾഗാട്ടി എന്നിവരെല്ലാം ഇപ്പോൾ സമകാലിക സന്ദർഭത്തിൽ നമുക്ക് ഓർത്തെടുക്കാൻ കഴിയുന്ന ദലിത് പ്രതിനിധാനങ്ങളാണ്. എന്നാൽ കേരളത്തിലെ പ്രബല സമുദായങ്ങളായ നായർ, ഈഴവ, ക്രിസ്ത്യൻ, മുസ്ലിം വിഭാഗങ്ങളിൽ നിന്നുള്ള ഈ മേഖലകളിലെ പ്രതിനിധാനങ്ങളോട് തട്ടിച്ചു നോക്കുമ്പോൾ വളരെ കുറവായി ഈ പ്രതിനിധാനം നമുക്ക് അനുഭവപ്പെടും. ഇവിടെ പൊതുവിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ രംഗങ്ങളിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് നമ്പർ 1 എന്ന പദവി നാം സ്വയം എടുത്തണിയുന്നത്. എന്നാൽ ഈ മേഖലകളിലെ ദളിത് പ്രതിനിധാനം ഒന്ന് പരിശോധിച്ചാൽ മതി ഈ വീമ്പ് പറച്ചിലിലെ അപകടം മനസ്സിലാക്കാൻ. 1937 തിരുവിതാംകൂർ സർവകലാശാല നിലവിൽ വന്നത് മുതൽ 2024 വരെയുള്ള കാലഘട്ടത്തിൽ 13 സംസ്ഥാന സർവകലാശാലകളും 2 ഡീംഡ് യൂണിവേഴ്സിറ്റിയും 1 ഓപ്പൺ യൂണിവേഴ്സിറ്റിയും 6ഓളം ദേശീയ പ്രാധാന്യമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കേരളത്തിൽ നിലവിൽ വന്നിട്ടുണ്ട്. എന്നാൽ നാളിതുവരെ കേരളത്തിലെ സംസ്ഥാന യൂണിവേഴ്സിറ്റികളിൽ ദലിത് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരാൾ വൈസ് ചാൻസലറായി നിയമിക്കപ്പെട്ടിട്ടില്ല. 2 പ്രോ വൈസ് ചാൻസലർമാർ മാത്രമാണ് നാളിതുവരെയായി ദലിത് വിഭാഗത്തിൽ നിന്ന് നിയമിക്കപ്പെട്ടിട്ടുള്ളത്. അത് കേരള സർവകലാശാലയിലാണ് താനും. 200-ലേറെ വരുന്ന എയ്ഡഡ്, അൺഎയ്ഡഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലും എയ്ഡഡ് എഞ്ചിനീയറിംഗ്, മെഡിക്കൽ കോളേജുകളിലും ദലിത് അധ്യാപകരുടെ എണ്ണം 1% താഴെയാണ്. ഗവൺമെൻറ് കോളേജുകളും എയ്ഡഡ് കോളേജുകളും അതുപോലെ തന്നെ സർവകലാശാല പഠന വകുപ്പുകളും ചേർന്നതാണ് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പൊതുമണ്ഡലം. ഈ പൊതുമണ്ഡലത്തിൽ ദലിത് അധ്യാപകരുടെ സാന്നിധ്യം, പ്രതിനിധാനം നാമമാത്രമാണ്.
അതുപോലെ തന്നെ 8,000-ലേറെ എയ്ഡഡ് മേഖലയിൽ കേരളത്തിൽ സ്കൂളുകളുണ്ട്. അതിൽ +2, ഹൈസ്കൂൾ, UP, LP വിഭാഗങ്ങൾ ഉൾപ്പെടുന്നു. ഇവയിലെ അധ്യാപക നിയമനത്തിനും അനധ്യാപക നിയമനത്തിനുമുള്ള അധികാരം വിവിധ മാനേജ്മെൻറ്റുകൾക്കാണ്. നായർ, ഈഴവ, മുസ്ലിം, ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളവരാണ് ഈ മാനേജ്മെൻറ്റുകളിൽ മിക്കവയുടെയും ഉടമസ്ഥർ. സർക്കാരിൽ നിന്ന് ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും നേടിയെടുത്തുകൊണ്ടാണ് ഈ സ്ഥാപനങ്ങൾ ആരംഭിക്കുകയും അവ നാളിതുവരെ നിലനിൽക്കുകയും ചെയ്തിട്ടുള്ളത്. എന്നാൽ അവയിലെ നിയമനം PSCക്ക് വിടാതെ വിവിധ മാനേജ്മെൻറ്റുകൾ രാഷ്ട്രീയ സമ്മർദ്ദ ശക്തിയായി നിലകൊള്ളുന്നു. ഇതിനെതിരെ ശക്തമായ എതിർനിലപാടെടുത്തുകൊണ്ട്, പുരോഗമനപരമായ നിലപാടെടുത്തുകൊണ്ട് നിയമനം PSCക്ക് വിടാൻ കേരളത്തിലെ മാറി മാറി വരുന്ന സർക്കാരുകൾ തയ്യാറായിട്ടുമില്ല. മാത്രമല്ല, ഇതിനെതിരായി ഇവയിലെ നിയമനം PSCക്ക് വിടണമെന്നുള്ള അഭിപ്രായത്തോടുകൂടി വിവിധ സംഘടനകൾ കോടതികളിൽ നിന്ന് ഉത്തരവ് സമ്പാദിക്കുമ്പോൾ അതിനെതിരായി സുപ്രീം കോടതിയിൽ നിന്ന് വിധി സമ്പാദിച്ചെടുക്കാൻ ധനാഢ്യരായ ഈ മാനേജ്മെൻറ്റുകൾക്ക് കഴിയുകയും ചെയ്തിട്ടുണ്ട്. ദലിത് വിഭാഗങ്ങളിലെ വിവിധ ജാതി വിഭാഗങ്ങളുടെ ഐക്യമില്ലായ്മയും സമ്മർദ്ദശക്തിയായി വിവിധ സർക്കാരുകളിൽ ഈ സ്കൂളുകളിലെ അധ്യാപക നിയമനവും അനധ്യാപക നിയമനവും ഗവൺമെൻറ്റിൽ നിന്ന് PSC വഴിയാക്കി മാറ്റിയെടുക്കുന്നതിന് ഇടയാക്കാതെ ഇരിക്കുന്നതിന് ഒരു കാരണം കൂടിയാണ്. അടുത്തത് കേരളത്തിലെ ആരോഗ്യരംഗം നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. കേരളത്തിലെ പൊതുജനാരോഗ്യം, പ്രൈമറി ഹെൽത്ത് സെൻറ്റർ, താലൂക്ക് ആശുപത്രികൾ, ജില്ലാ ആശുപത്രികൾ, മെഡിക്കൽ കോളേജുകൾ എന്നിങ്ങനെയുള്ള ഒരു ലാഡർ സംവിധാനത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഇവയിൽ സംവരണം വഴി ജോലി ലഭിച്ച ഡോക്ടർമാരും നഴ്സുമാരും അതുപോലെ തന്നെ ലാബ് ഉദ്യോഗസ്ഥരും ഉണ്ട്. എന്നാൽ കേരളത്തിലെ ആരോഗ്യരംഗത്തെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളും അതുപോലെ തന്നെ പ്രശസ്തമായ മറ്റ് ആശുപത്രികളും പ്രൈവറ്റ് മേഖലയിലാണ് ഉള്ളത്. ഈ ആശുപത്രികളിൽ മിക്കവയും ക്രിസ്ത്യൻ, മുസ്ലിം, സവർണ, ഈഴവ മാനേജ്മെൻറ്റുകളുടെ നടത്തിപ്പിലാണെന്ന് കാണാം. ഇത്തരം ആശുപത്രികളിൽ പലതും ആരോഗ്യരംഗത്തെ കച്ചവടവൽക്കരിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചവയാണ്. ഒപ്പം അവയവ വിൽപ്പനയടക്കമുള്ള ദ്രോഹകരമായ പ്രവർത്തനങ്ങളുടെ കേന്ദ്രങ്ങളുമാണ്. ഇത്തരം സ്ഥാപനങ്ങളിൽ ചികിത്സയ്ക്ക് പോകാൻ ഉദ്യോഗസ്ഥരായ ദലിതർക്ക് കഴിയുമായിരിക്കും. എന്നാൽ മഹാഭൂരിപക്ഷത്തിനും അതിന് കഴിയാത്ത അവസ്ഥയാണ് ഉള്ളത്. ഭദ്രകാളിയുടെ വൈദ്യനായ പാലക്കൽ വേലൻ, ബാലചികിത്സയിൽ പ്രഗത്ഭനായ രാപ്പാൾ വേലൻ, കാണിക്കാർ സമുദായത്തിലെ പ്രശസ്ത വൈദ്യനായ കോട്ടൂർ ഷാജി വൈദ്യൻ, വയനാട്ടിലെ ഒറ്റമൂലി ചികിത്സകർ എന്നിങ്ങനെ പാരമ്പര്യ ചികിത്സാരംഗത്ത് ദലിത് വിഭാഗത്തിൽ നിന്നുള്ള പ്രതിനിധാനങ്ങളെ ധാരാളം കാണാമെങ്കിലും അലോപ്പതി, ഹോമിയോ രംഗങ്ങളിൽ താരമൂല്യമുള്ള ഡോക്ടർമാരെ ദലിത് വിഭാഗത്തിൽ നിന്ന് അത്രയധികമൊന്നും കാണാൻ കഴിയുകയില്ല. ഭൂമിയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ദലിതർ നേരിട്ട പരിമിതികളാണ് മൂലധനത്തിൻ്റെ ഇതര രൂപങ്ങളിലേക്ക് പരിവർത്തനം ചെയ്യാൻ അവരെ അശക്തരാക്കുന്ന പ്രധാന ഘടകം. 1970 നടപ്പിലാക്കപ്പെട്ട ഭൂപരിഷ്കരണം ദളിതരെ, വിശേഷിച്ച് കാർഷിക അടിമകളായിരുന്ന പുലയരെയും പറയരെയും സംബന്ധിച്ച് നാമമാത്രമായ പുരോഗതിയാണ് സമ്മാനിച്ചത്. 1815 മുതൽ കേരളത്തിൽ അരങ്ങേറിയ കുടിയാൻ പ്രക്ഷോഭങ്ങളുടെ ഒരു പരിസ്ഫൂർത്തിയായിരുന്നു, അല്ലെങ്കിൽ ക്ലൈമാക്സ് ആയിരുന്നു കേരളത്തിലെ ഭൂപരിഷ്കരണ നിയമം. ഇതിൽ ഗ്രാമപ്രദേശങ്ങളിൽ 10 സെൻറ്റും
നഗരപ്രദേശങ്ങളിൽ 5 സെൻറ്റും മാത്രമാണ് ദലിത് വിഭാഗങ്ങൾക്ക് ലഭിച്ചത്. ഈ ഭൂമിയെ വിറ്റുകൊണ്ട് അല്ലെങ്കിൽ മറ്റു രൂപത്തിൽ പരിവർത്തിപ്പിച്ചുകൊണ്ട് മറ്റ് മൂലധന രൂപങ്ങളിലേക്ക് മാറ്റുവാൻ ദലിതർക്ക് കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളും ഈഴവരും കേരളത്തിൽ നേടിയെടുത്ത പ്രവാസം മൂലമുള്ള ഒരു സാമ്പത്തിക ശക്തിയായി തീരൽ ദളിത് വിഭാഗങ്ങൾക്കിടയിൽ നടന്നില്ല. ഇതിന് പ്രധാനപ്പെട്ട കാര്യം തങ്ങളുടെ കൈവശമുള്ള ഭൂമി വിൽക്കുവാൻ അവർക്ക് സാധ്യമല്ലായിരുന്നു എന്നാണ്. ആകപ്പാടെ കുറച്ച് ഭൂമി മാത്രം കയ്യിലുള്ള സാഹചര്യത്തിൽ അത് വിൽക്കുക സാധ്യവുമല്ലല്ലോ. യഥാർത്ഥത്തിൽ കേരളത്തിൽ നിന്ന് പഞ്ചാബ്, തമിഴ്നാട് എന്നിവിടങ്ങളിലെ പോലുള്ള ശക്തമായ ഒരു ദളിത് ഡയസ്പൊറ രൂപപ്പെടാതിരിക്കുന്നതിനുള്ള ഒരു കാരണം അവരുടെ ഭൂമിരാഹിത്യമാണ്. ദലിതർക്ക് ഭൂമി കൈവശമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ നമുക്ക് ആലോചിച്ച് നോക്കിയാൽ 5 ഏക്കറിലധികം ഭൂമിയുള്ള എത്ര ദലിതർ കേരളത്തിലുണ്ട്? അതുപോലെ തന്നെ കേരളത്തിലെ പ്രധാന കാർഷിക വിഭവ മേഖലകളിൽ, തോട്ടം മേഖലകളിൽ കാപ്പി, അതുപോലെ തന്നെ ചായ, റബ്ബർ തുടങ്ങിയ പ്ലാന്റേഷൻ മേഖലകളിൽ ഉടമകളായി എത്ര ദലിതർ ഉണ്ടായിരിക്കും? അത് ആലോചിച്ച് നോക്കിയാൽ വളരെ പരിമിതമാണ്, അല്ലെങ്കിൽ ആരും തന്നെ ഉണ്ടായിരിക്കുകയില്ല എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇവിടെ ഈഴവരും മുസ്ലിങ്ങളും ഒരു സാമ്പത്തിക ശക്തിയായി മാറിയത്, അതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് അവരുടെ പ്രവാസ ജീവിതമാണ് എന്ന് കാണാം. ഈഴവരെ സംബന്ധിച്ചിടത്തോളം അവർ സിലോണിലേക്കും തുടർന്ന് 1970-കളിൽ മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിലേക്കും നടത്തിയ പ്രവാസമാണ് അവരെ ഒരു സാമൂഹ്യ സാമ്പത്തിക ശക്തിയാക്കി മാറ്റുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഘടകം. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പണ്ട് തന്നെ മലയായിലേക്കും അതുപോലെ തന്നെ മറ്റു പ്രദേശങ്ങളിലേക്കും അവർ കുടിയേറിയിരുന്നു. ഗൾഫ് പ്രവാസത്തോടുകൂടി കേരളത്തിലെ മുസ്ലിങ്ങളുടെ സാമൂഹിക ശക്തി വളരെയധികം വർദ്ധിക്കുകയും ചെയ്തു. ഏതാണ്ട് 40,000-ത്തിലധികം പേർ നാദാപുരം മേഖലയിൽ നിന്ന് കുവൈറ്റ്, അതുപോലെ തന്നെ UAE, സൗദി അറേബ്യ തുടങ്ങിയ പ്രദേശങ്ങളിൽ കച്ചവടം നടത്തുന്നുണ്ട്. എന്നാൽ ഈ വിഭാഗങ്ങൾ ഒന്നും തന്നെ, ഈഴവരാകട്ടെ മുസ്ലിങ്ങളാകട്ടെ, തങ്ങൾക്ക് താഴെയുള്ള ദലിത് വിഭാഗങ്ങളെ ഈ പ്രവാസ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ച് കയറ്റുന്നതിന് യാതൊരു വിധത്തിലുള്ള സഹായങ്ങളോ സൗകര്യങ്ങളോ നൽകിയതായി നമുക്ക് കാണാൻ കഴിയുകയില്ല. സാംസ്കാരിക രംഗത്തെ ദലിത് പ്രതിനിധാനം ചില കണക്കുകളോടെ അവതരിപ്പിക്കാം. 1993 മുതൽ കേരള സർക്കാർ നൽകി വരുന്ന എഴുത്തച്ഛൻ പുരസ്കാരം ഒരു ദലിതനും നാളിതുവരെ ലഭിച്ചിട്ടില്ല. കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം ദലിതർക്ക് അപ്രാപ്യമാണ്. TKC വിടുതല, പോൾ ചിറക്കരോട്, രാഘവനത്തോളി, S. ജോസഫ്, MR രേണുകുമാർ തുടങ്ങി നിരവധി എഴുത്തുകാർ ദലിത് വിഭാഗങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കഥ, കവിത, നോവൽ, നാടകം, യാത്രാവിവരണം, ജീവചരിത്രം, നിരൂപണം എന്നിങ്ങനെ 1959 മുതൽ വിവിധ രചനാ മേഖലകളിൽ നൈപുണി തെളിയിച്ച എഴുത്തുകാർക്ക് കേരള സാഹിത്യ അക്കാദമി നൽകുന്ന പുരസ്കാരങ്ങൾ ദലിതർക്ക് ലഭിച്ചിട്ടുള്ളത് ആകെ നോക്കിയാൽ 10-ൽ താഴെ മാത്രമാണ്. കേരളത്തിൽ നിന്ന് പത്മശ്രീ പുരസ്കാരം ലഭിച്ച നിരവധി പേരുണ്ട്. അതിൽ 2-3 പേർ മാത്രമാണ് ദലിതരായിട്ടുള്ളൂ. പത്മഭൂഷൺ, പത്മവിഭൂഷൺ എന്നിവയുടെ കാര്യത്തിൽ അത്രയുമില്ല. ആരോഗ്യവുമായി ബന്ധപ്പെട്ട് മുമ്പ് പറയാത്ത ഒരു കാര്യം, ആദിവാസി മേഖലയിലെ ഡോക്ടർമാരുടെയും ചികിത്സയുടെയും അഭാവമാണ്. അട്ടപ്പാടിയിൽ നിന്നുള്ള ചികിത്സാ സൗകര്യം ഇല്ലാത്തത് കൊണ്ടുള്ള മരണവാർത്തകൾ
കേരളീയ പൊതുസമൂഹത്തെ, പൊതുമനസാക്ഷിയെ ചലിപ്പിക്കുന്നില്ല. കേരളത്തിലെ ദലിതർ ആയിരക്കണക്കിന് കോളനികളിൽ ജീവിക്കുന്നുണ്ട്. അവരുടെ ആരോഗ്യ സുരക്ഷയെക്കുറിച്ച് പൊതുമണ്ഡലത്തിന് വലിയ ഉത്കണ്ഠകളില്ല. രാഷ്ട്രീയ രംഗത്തെ പ്രതിനിധാനത്തെക്കുറിച്ച് ചിന്തിച്ചാൽ കേരളത്തിൽ ഇപ്പോഴത്തേതടക്കം 15 നിയമസഭകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാം. ഇതിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നാളിതുവരെ ഒരു ദലിത് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള വ്യക്തിയും കടന്നു വന്നിട്ടില്ല. മാത്രവുമല്ല, ആഭ്യന്തരം, ധനകാര്യം, വ്യവസായം, റവന്യൂ, വിദ്യാഭ്യാസം എന്നിങ്ങനെ സുപ്രധാനമായ വകുപ്പുകൾ ഒന്നും തന്നെ ദലിതർക്ക് നൽകപ്പെട്ടിട്ടില്ല. 1957 മുതലുള്ള നിയമസഭകൾ പരിശോധിച്ചാൽ പേരിന് ഒരു പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള മന്ത്രി എന്നതിൽ കവിഞ്ഞ പ്രാധാന്യം രാഷ്ട്രീയ പാർട്ടികൾ നൽകിയിട്ടില്ല എന്ന് കാണാനാകും. ആകപ്പാടെ ഉണ്ടായ ഒരു മാറ്റം പട്ടികവർഗത്തിൽപ്പെട്ട PK ജയലക്ഷ്മി മന്ത്രിയായി എന്നത് മാത്രമാണ്. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ സെക്രട്ടറി സ്ഥാനത്തേക്കോ പ്രസിഡന്റ് സ്ഥാനത്തേക്കോ ദലിതർ നാളിതുവരെ പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് ദലിതരോടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ മനോഭാവം വ്യക്തമാക്കുന്ന ഒന്നാണ്. കേരള മന്ത്രിസഭയിൽ RSPLന്റെ ഏക അംഗമായിട്ടുള്ള കോവൂർ കുഞ്ഞുമോന് മന്ത്രിസ്ഥാനം നൽകാതിരിക്കുന്നതിൻ്റെ പൊരുൾ നമുക്ക് പകൽ പോലെ വ്യക്തമാണ്. കേരളത്തിൽ 140 നിയമസഭാ മണ്ഡലങ്ങൾ ഉള്ളതിൽ 14 പട്ടികജാതി സംവരണ മണ്ഡലങ്ങളും 2 പട്ടികവർഗ സംവരണ മണ്ഡലങ്ങളും അടക്കം ആകെ 16 സംവരണ മണ്ഡലങ്ങളാണ് ഉള്ളത്. ഇവയിൽ നിന്നല്ലാതെ ദലിതരെ ജനറൽ മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിപ്പിച്ച് വിജയിപ്പിക്കാനോ കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാവുന്നില്ല. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നാം ആഴത്തിൽ അന്വേഷിക്കേണ്ടതാണ്. കേരളത്തിലെ 20 ലോകസഭാ മണ്ഡലങ്ങളിൽ 2 സംവരണ മണ്ഡലങ്ങളാണ്. ഈ 2 സംവരണ മണ്ഡലങ്ങളിൽ നിന്ന് അല്ലാതെ മറ്റ് മണ്ഡലങ്ങളിൽ നിന്ന് ദലിതരെ മത്സരിപ്പിക്കാനോ വിജയിപ്പിക്കാനോ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറായിട്ടില്ല. ഇത് തന്നെ ദലിതരോടുള്ള കേരളത്തിലെ പൊതു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ മനോഭാവം വ്യക്തമാക്കുന്നുണ്ട്. ഇനി വാർത്താവിനിമയ രംഗത്തെക്കുറിച്ച് നോക്കാം. ദിനപത്രങ്ങൾ, വാരികകൾ, മാസികകൾ എന്നിവയടങ്ങുന്നതാണ് അച്ചടി മാധ്യമ ലോകം. ദലിത് പത്രപ്രവർത്തകരുടെ എണ്ണം കേരളത്തിൽ തുലോം വിരളമാണ്. മാത്രവുമല്ല, ലീഡിംഗ് ആയിട്ടുള്ള ദിനപത്രങ്ങളെല്ലാം തന്നെ ക്രിസ്ത്യൻ, മുസ്ലിം, നായർ, ഈഴവ വിഭാഗങ്ങളുടെ ഉടമസ്ഥതയിലുമാണ്. അതിൻ്റെ നടത്തിപ്പുകളിൽ ദലിതരെ നമുക്ക് കാണാൻ കഴിയുകയില്ല. പ്രചാരം കുറഞ്ഞ ചില വാരികകൾ ദലിതർ നടത്തുന്നുണ്ടാകാം. എന്നാൽ സാഹിത്യ മാസികകൾ, ഏറ്റവും പ്രചാരമുള്ള വനിതാ മാഗസിനുകൾ എന്നിവയെല്ലാം നടത്തുന്നതിൽ ദലിതർക്ക് യാതൊരു പങ്കുമില്ല. ദൃശ്യമാധ്യമ രംഗം പരിശോധിക്കുകയാണെങ്കിൽ 20-ലേറെ മലയാളം ചാനലുകൾ ഉള്ളതിൽ ന്യൂസ് റിപ്പോർട്ടർമാർ, അതുപോലെ തന്നെ വാർത്താ അവതാരകർ, സാങ്കേതിക പ്രവർത്തകർ എന്നിങ്ങനെയുള്ള അസംഖ്യം തൊഴിലുകൾ ചെയ്യുന്നതിൽ ദലിതരുടെ എണ്ണം തുലോം വിരളമാണ്. വാർത്തയുടെ ഉള്ളടക്കം നിശ്ചയിക്കാനോ ചർച്ചയുടെ സ്വഭാവം നിശ്ചയിക്കാനോ കെൽപ്പുള്ള ദലിതർ ദൃശ്യമാധ്യമ ലോകത്ത് കേരളത്തിൽ ഉണ്ടെന്ന് കരുതാനാവില്ല. മാത്രവുമല്ല, ദലിത് വിഷയങ്ങൾ അപൂർവമായി കൈകാര്യം ചെയ്യുകയോ ചർച്ച ചെയ്യുകയോ ചെയ്യുന്ന വേളയിൽ മാത്രമാണ് പണ്ഡിതന്മാരും ബുദ്ധിജീവികളും അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകരും ധാരാളം ഉണ്ടായിട്ടും ദലിത് വിഭാഗത്തിൽ നിന്നുള്ള ആളുകളെ അപ്പോൾ മാത്രമേ ഈ ചാനലുകാർ ചർച്ചയ്ക്കായി വിളിക്കുകയുള്ളൂ. കേരളത്തിലെ സ്ത്രീകളുടെ പൊതുവായ അവസ്ഥ എടുത്തു നോക്കിയാൽ ഇന്ത്യൻ സാഹചര്യത്തിൽ
പുരോഗമനപരമാണ് കേരളത്തിലെ സ്ത്രീകളുടെ അവസ്ഥ എന്ന് നമുക്ക് പറയാനാകും. എന്നാൽ സെലീന പ്രക്കാനം, CK ജാനു, ലവ്ലി സ്റ്റീഫൻ, ധന്യാരാമൻ തുടങ്ങി അപൂർവം ചില വ്യക്തിത്വങ്ങളെ ദലിത് വിഭാഗങ്ങളിൽ നിന്ന് പൊതുമണ്ഡലത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ആളുകളായി നമുക്ക് കാണാൻ പറ്റുമെങ്കിലും ഭൂരിഭാഗം സ്ത്രീകളുടെയും അവസ്ഥ, ദലിത് സ്ത്രീകളുടെയും അവസ്ഥ അത്ര മെച്ചമല്ല എന്ന് നമുക്ക് പറയാനാകും. PK റോസിക്ക് ശേഷം ഒരു ദലിത് നായിക മലയാള സിനിമയിൽ ഉണ്ടായില്ല. ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങൾ വിവിധ സർക്കാരുകൾ വിഹിതം വെക്കുന്ന വേളയിൽ ദലിത് സ്ത്രീകളെ ചെയർപേഴ്സണുകളായി അവർ നിശ്ചയിക്കുക പതിവില്ല. കേരളത്തിലെ ഉന്നത ഉദ്യോഗങ്ങളിൽ ദലിത് സ്ത്രീകൾ എത്രമാത്രമുണ്ട് എന്ന് നാം പരിശോധിച്ചു നോക്കിയാൽ വളരെ ശോചനീയമായിരിക്കും ആ അന്വേഷണത്തിൻ്റെ ഫലം. ഇതുപോലെ വ്യത്യസ്തമായ മണ്ഡലങ്ങളിൽ കേരളത്തിലെ ദലിത് പ്രതിനിധാനം ഇനിയും ഉയരേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. മാത്രമല്ല, കേരളത്തിലെ ദലിതരിൽ രണ്ടാം തലമുറയിലെയും മൂന്നാം തലമുറയിലെയും വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ ഈ പ്രതിനിധാനത്തിൻ്റെ പ്രശ്നങ്ങൾ കാര്യമായി മനസ്സിലാക്കുകയും അവർ അതിനനുസരിച്ച് തങ്ങളുടെ ഇച്ഛാശക്തി മുന്നോട്ട് കൊണ്ടുവന്ന് വിവിധ മേഖലകളിൽ ഇടം പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അരുൺ രാജിനെ പോലുള്ള സിനിമാ സംവിധായകർ, ലീലാ സന്തോഷിനെ പോലുള്ള സംവിധായകർ ഒക്കെ ഇതിന് സാക്ഷ്യമാണ്. മറ്റ് സാഹിത്യ മേഖലകളിലും രാഷ്ട്രീയ മേഖലകളിലും സാംസ്കാരിക മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലുമെല്ലാം ദലിതരുടെ ഇച്ഛാശക്തി കൊണ്ടുള്ള പ്രതിനിധാനത്തിൻ്റെ ഉയർച്ച വരുംകാലങ്ങളിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. നമസ്കാരം.